ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്റ്റോർ കീപ്പർ എക്സാമിൻ്റെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതാണ് നമ്മളിപ്പോൾ നോക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് വൺ, സ്വദേശി പ്രസ്ഥാനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് 1905 കേഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിക്കാനുള്ള തീരുമാനമെടുത്തു. ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുകയും അതുവഴി ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും ചെയ്തു. 1905 സ്വദേശി പ്രസ്ഥാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1905 ഓഗസ്റ്റ് 7 ഔദ്യോഗികമായി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് വസ്തുക്കൾ നമ്മൾ ബഹിഷ്കരിച്ചു. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ശക്തമായി. ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തന്നെ ഒരു സുപ്രധാന മുന്നേറ്റമായിട്ട് മാറി. ഇന്ത്യൻ കൈത്തറി സാധനങ്ങൾ, സോപ്പ് നിർമ്മാണ കമ്പനികൾ, തീപ്പെട്ടി നിർമ്മാണ കമ്പനികൾ, തുണിമില്ലുകൾ, ബാങ്കുകൾ, ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ അക്കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രസ്ഥാനത്തിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത് ബാലഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഇവർ 4 പേരുമായിരുന്നു. അപ്പൊ ബ്രിട്ടനോടുള്ള അമർഷം ദേശസ്നേഹത്തിലേക്ക് നയിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലും സ്വദേശി വികാരം ശക്തിപ്പെട്ടു. ഈ ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്തെ നമ്മൾ എന്ത് ചെയ്തു? ദേശസ്നേഹമായി വളർത്തിയെടുത്തു. ഇന്ത്യൻ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. സ്വരാജ് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നതും ഈ കാലഘട്ടത്തിലാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന മുന്നേറ്റമായിട്ട് മാറി. 1911 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം പിൻവലിച്ചു. അതുവരെ ഈ പ്രതിഷേധ പരിപാടികൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് വന്ദേ മാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് വന്ദേ മാതരം പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയുടെ കാലത്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കേഴ്സൺ പ്രഭു ആണ് ബംഗാളിനെ വിഭജിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം വന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി നേതാക്കന്മാർ മുന്നോട്ട് വെച്ച ആശയം സ്വദേശിവൽക്കരണം. ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി മുന്നോട്ട് വെച്ച ആശയം സ്വദേശിവൽക്കരണം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ആഗസ്റ്റ് 7 കേന്ദ്ര സർക്കാർ എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം എന്നറിയപ്പെടുന്നത് ചർക്ക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം ചർക്ക. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനം എന്നറിയപ്പെടുന്നത് വന്ദേമാതരം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനം എന്നറിയപ്പെടുന്നത് വന്ദേമാതരം. വിദേശ വസ്തു ബഹിഷ്കരണത്തിന്റെ ആഹ്വാനം പ്രത്യക്ഷപ്പെട്ട കൃഷ്ണകുമാർ മിത്രയുടെ മാസിക സഞ്ജീവനി. വിദേശ വസ്തു ബഹിഷ്കരണത്തിന്റെ ആഹ്വാനം പ്രത്യക്ഷപ്പെട്ട കൃഷ്ണകുമാർ മിത്രയുടെ മാസിക സഞ്ജീവനി.